ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അബി. കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ വീടുകളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളും അതിനുള്ള പ്രതിവിധികളും. ഇതാണ് സ്മോക്ക് അലാറം. ഇത് നമുക്കിപ്പോൾ പല വീടുകളിലും കാണാം. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ബീപ്പിംഗ് സൗണ്ട്, അതായത് ട്രിപ്പിംഗ് സൗണ്ടോ ബീപ്പിംഗ് സൗണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ടുള്ള ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. ബാറ്ററി ചാർജ് കുറഞ്ഞാൽ നമുക്ക് ഇതേ കണക്ക് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതിൻ്റെ ബാക്ക് വശം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ബാറ്ററി. ഇത് 9 വോൾട്ട് ബാറ്ററിയാണ്. സോ 9 വോൾട്ടിന് ബിലോ പോയാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. സോ നമുക്ക് ഈ ബാറ്ററി ഒന്ന് മാറ്റി നോക്കണം ആദ്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ റിബണിൽ പിടിച്ച് വലിച്ചാൽ മതി. വലിച്ചാൽ ബാറ്ററി ഈസ് ഔട്ട്. സോ നമുക്കിവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവറും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് വേണം നമ്മൾ പുതിയ ബാറ്ററി ഇടാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു പുതിയ ബാറ്ററി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പം ഈ ബാറ്ററി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ മീറ്റർ ഉള്ളവർക്ക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അത് ആദ്യം വോൾട്ടിലിട്ടിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇതാണ് പോസിറ്റീവ്. സോ പോസിറ്റീവ് റെഡ് വയറാണ്. അത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 7.1 ഉള്ളൂ. അപ്പോൾ 7.1 ഒരിക്കലും ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ വോൾട്ട് എന്ന് പറഞ്ഞാൽ 9 വോൾട്ടാണ്. സോ 9 വോൾട്ടിന് താഴെ പോയാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. സോ നമ്മളൊരു പുതിയ ബാറ്ററി എടുത്ത്, ഫ്രഷ് ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ്. സോ 9 വോൾട്ട് ഉണ്ട്. സോ ഈ 9 വോൾട്ടുള്ള ബാറ്ററിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം ബാറ്ററി ഇടാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. നമുക്ക് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ ഏതാ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഇതിലും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ആയിരിക്കണം നമ്മളിടുന്നത്. അപ്പോൾ നമ്മൾ ഇടുമ്പം തിരിഞ്ഞു പോയാലും നമുക്കത് കണ്ടുപിടിക്കാം എങ്ങനെയാണ്. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇത് തിരിച്ചിടുവാണ്. ഇതിപ്പം നെഗറ്റീവും പോസിറ്റീവും ഞാൻ തിരിച്ചിടുവാണ്. നമ്മൾ അറിയാതെ തിരിഞ്ഞു പോയെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ബട്ടൺ നമ്മളൊന്ന് അമർത്തി നോക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല. സോ നമ്മൾ ബാറ്ററി ഇട്ടത് തിരിഞ്ഞു പോയെന്ന് നമുക്ക് കരുതാം. അപ്പം ബാറ്ററി ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ റിബൺ പിടിച്ച് വലിക്കുക. ബാറ്ററി വന്നു. സോ ഇത് ഞാൻ നേരെ തിരിച്ചാണ്, പൊളാരിറ്റി തിരിച്ചാണ് ഞാൻ ഇട്ടത്. അതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിംഗ് അലാറം അടിക്കാഞ്ഞത്. സോ ഇനി നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇട്ട് നോക്കുവാണ്. സോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സോ അറിയാലോ, അത് പോസിറ്റീവ്, അത് നെഗറ്റീവ്. സോ നമ്മൾ ഈ ലിവർ സഹിതം നമ്മൾ പുഷ് ചെയ്ത് താഴേക്ക് താഴ്ത്താൽ നമ്മൾ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ബട്ടൺ ഒന്ന് അമർത്തുവാണ് ഞാൻ. ഓക്കെ, ആണോ? ഞാൻ ടെസ്റ്റ് ബട്ടൺ അമർത്തിയപ്പോൾ ഓക്കെ, ബീപ്പിംഗ് സൗണ്ട് വന്നു. നൗ ഈസ് റെഡി ടു ഇൻസ്റ്റാൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബീപ്പിംഗ് സൗണ്ട് വന്നാൽ നമ്മൾ ബാറ്ററി മാറ്റിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം വേറൊരു പ്രോബ്ലം ഇതിലുള്ളത്, നമ്മൾ ബാറ്ററി മാറ്റി, ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു മൗണ്ടിൽ. ഫിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ കണക്ക് ബീപ്പിംഗ് സൗണ്ട് വരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടോ? ബീപ്പിംഗ് സൗണ്ട് വന്നാൽ അപ്പോൾ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ ചെയ്യാനുള്ള വേറെ ഒന്നുമില്ല, വളരെ ഈസിയാണ്. നമ്മൾ ഇതൊന്ന് ബാറ്ററി ഒന്ന് മാറ്റുക. ബാറ്ററി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേതെങ്കിലും ബട്ടൺ, റീസെറ്റോ അല്ലെങ്കിൽ ടെസ്റ്റ് ബട്ടണോ ഒന്ന് അമർത്തി പിടിക്കുക. അമർത്തി പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ അകത്ത് ഈ കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോറേജ് കാണും. ഈ സ്റ്റോർ ചെയ്തേക്ക് നമ്മൾ റിലീസ് ചെയ്യുകയാണ് പ്രസ് ചെയ്തിട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അതങ്ങ് റിലീസ് ചെയ്യുക. അപ്പോൾ ചാർജ് റിലീസായതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ കറക്റ്റ് പൊളാരിറ്റി നോക്കി നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം.
ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ടെസ്റ്റ് ഓക്കെ നൗസ് ഗുഡ് ടെസ്റ്റ് വയ്ക്കുക. അത്രയേ ഉള്ളൂ. കാര്യം വളരെ നിസ്സാരമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.